അഞ്ചാം തവണ രാജ്യസഭാംഗമാകാനുള്ള അഹമ്മദ് പട്ടേലിന്റെ വഴി തടയാനുള്ള ബി.ജെ.പി. ശ്രമം പരാജയപ്പെടുത്തിയത് സ്വന്തം നേട്ടമായി ആഘോഷിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. 2001 മുതൽ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി എന്ന നിലയിൽ ദേശീയ തലത്തിൽ സജീവമായ പട്ടേലിന്റെ തോൽവി ഹൈക്കമാൻഡിന് ആലോചിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പട്ടേലിലൂടെ ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത് സോണിയാഗാന്ധിയാണെന്ന തിരിച്ചറിവിൽ ഉയർത്തെഴുന്നേറ്റ കോൺഗ്രസ് മറുതന്ത്രം മെനഞ്ഞാണ് ജയം നേടിയത്. സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അശോക് ഗെഹ്ലോട്ടിനെ വിശ്വാസത്തിലെടുത്തായിരുന്നു ഹൈക്കമാൻഡ് നീക്കങ്ങൾ. അരുണാചൽ പ്രദേശിനും മണിപ്പൂരിനും പിന്നാലെ ഗുജറാത്തിലും സ്വന്തം എം.എൽ.എമാരെ കൂടെ നിർത്താൻ കഴിയാത്ത പാർട്ടി എന്ന ദുഷ്പേര് ഒഴിവാക്കാനും ജയം അനിവാര്യമായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ ഇടഞ്ഞ് പാർട്ടി വിട്ട ശങ്കർ സിംഗ് വഗേലയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിനും പട്ടേലിന്റെ വിജയം ഇരട്ടി മധുരമായി. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായും വിജയത്തെ കാണുന്ന നേതാക്കളുണ്ട്. സ്വന്തം പാളയത്തിൽ നേതാക്കളെ ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്ത കോൺഗ്രസിന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 പാർട്ടികളെ നയിക്കാൻ കഴിയുമോ എന്ന ആശങ്ക പ്രതിപക്ഷത്തുണ്ടായിരുന്നു. കരുത്തു ചോരാത്ത നേതൃത്വമാണ് പാർട്ടിക്കുള്ളതെന്ന് തെളിയിക്കാനും കോൺഗ്രസ് ഹൈക്കമാൻഡിന് പട്ടേലിന്റെ രാജ്യസഭാ പ്രവേശനത്തിലൂടെ കഴിഞ്ഞു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്വീകരിച്ച കുതന്ത്രത്തിന്റെ അലയൊലികൾ വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധമായി അലയടിക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.